നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്ന് സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞ നൈൽ എന്നാണ്. അപ്പോൾ ആമസോൺ നദിയുടെ കാര്യമോ? ആമസോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളാൻ കഴിയുന്ന നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണോ അതോ നൈൽ നദിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽപ്പുണ്ട്. എന്തായാലും നൈൽ നദിയുടെ നീളം ഏകദേശം 6650 കിലോമീറ്ററാണ്. ആമസോൺ നദി ഒഴുകുന്നത് തെക്കേ അമേരിക്കയിലെ ബ്രസീൽ ഭൂരിഭാഗമായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ ഉള്ളിലാണ് ആമസോൺ നദി ഒഴുകുന്നത്. മഴക്കാടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ആമസോൺ നദി എന്ന് പറയുന്നത് വളരെയധികം ജലം ഉൾക്കൊള്ളുന്നതാണ്. നൈൽ നദിക്ക് നീളം കൂടുതലാണെങ്കിലും ആമസോണിൻ്റെ അത്ര വെള്ളം വഹിക്കുന്നില്ല. ആഫ്രിക്കയിലെ സഹാറൻ മരുഭൂമിക്കകത്തുള്ള ഏകദേശം ഈജിപ്റ്റ് ഉൾപ്പെടെ 11 രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് എന്ന് പറയുന്ന നൈലാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുകൂടിയാണ് മെഡിറ്ററേനിയൻ കടലിലേക്ക് നൈൽ നദി ചെന്ന് ചേരുന്നത്. ഇതിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ആ രാജ്യത്തിൻ്റെ ഏകദേശം 95% ജനങ്ങളും ജീവിക്കുന്നത്. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചിയ എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ചു നിന്നിരുന്ന ഭൂമിയുടെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്ന് ക്രമേണ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ചലനത്തിൻ്റെ ഫലമായിട്ട് വൻകരകളൊക്കെ തന്നെ വേർപെട്ടപ്പോൾ ആഫ്രിക്കയും തെക്കേ അമേരിക്കയും വേർപെടുകയും അതിൻ്റെ ഇടയിൽ അറ്റ്ലാന്റിക് സമുദ്രം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ആഫ്രിക്ക എടുത്തിട്ട് തെക്കേ അമേരിക്കയുടെ ആ ഒരു വിടവിലേക്ക് കയറ്റാൻ ശ്രമിച്ചാൽ ഏകദേശം അവർ പിളർന്നു മാറിയ രീതിയിലുള്ള ഒരു രൂപത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഇവർ പിളർന്നു മാറിയിട്ടും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വർഷമായിട്ടുണ്ടെങ്കിലും ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലെ നൈൽ നദിക്കും ആമസോൺ വനാന്തരങ്ങളിലൂടെ ഒഴുകുന്ന ആമസോൺ നദിക്കും ചില ബന്ധങ്ങളുണ്ട്. ആദ്യം ഞാൻ ആമസോൺ മഴക്കാടുകളുടെ ചില പ്രത്യേകത പറയാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 2 ഇരട്ടി വിസ്തീർണമുള്ള ബ്രസീലിൻ്റെ ഏകദേശം 40% കവർ ചെയ്യപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു മഴക്കാടാണ് ആമസോൺ മഴക്കാട്. നമ്മുടെ ഇന്ത്യയുടെ ഏരിയ നമുക്കറിയാം. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മഴക്കാടുകൾ ലോകത്തിലെ ഏകദേശം ആകെ ജൈവ വൈവിധ്യത്തിൻ്റെ 10% ജൈവ വൈവിധ്യവും ആകെയുള്ള ശുദ്ധജല ഡിസ്ചാർജിൻ്റെ, അല്ലെങ്കിൽ ശുദ്ധജലം ഒഴുകുന്ന സ്ഥലത്തിൻ്റെ 16% കൈകാര്യം ചെയ്യുന്ന പ്രദേശമാണ്. ഇതിനേക്കാൾ, ഇന്ന് കാണുന്നതിനേക്കാൾ വലിപ്പമുള്ള ആമസോൺ വനാന്തരങ്ങളാണ് 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. എങ്കിലും ആളുകൾ കുടിയേറി താമസിക്കാനായിട്ട് കാടുകൾ വെട്ടിത്തളിക്കുന്നത് മൂലം ആമസോൺ വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരികയാണ്. പല കാട്ടുതീയൊക്കെ കൊണ്ട് പലപ്പോഴായിട്ട് ആമസോൺ വനാന്തരങ്ങൾ അപകടാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയേറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന വലിയ ഘോര വനാന്തരം എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യൻ ഇതുവരെയും, അതായത് നമ്മൾ സോകോൾഡ് നമ്മുടെ ഭൂമിയിൽ മെജോറിറ്റി ആയിട്ട് നമ്മൾ പറയുന്ന മനുഷ്യൻ ഇതുവരെയും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഗോത്രങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ തന്നെ ആമസോൺ വനാന്തരങ്ങളിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും വർഷങ്ങളായിട്ട് ഇങ്ങനെ മരങ്ങൾ തിങ്ങി പാർക്കുന്നത് കൊണ്ട് അവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വൻതോതിലുള്ള മഴ പെയ്യലും വെള്ളപ്പൊക്കവും ആമസോൺ പോലെയുള്ള നദികളുടെ സാന്നിധ്യവുമൊക്കെ ആമസോൺ വനാന്തരങ്ങളുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ കൂടെ കൊണ്ടുപോയി കടലിലേക്ക് തള്ളുന്നുണ്ട്. ആമസോൺ നദിയുടെ ഡെൽറ്റകളാണ് വളരെ ഫലഭൂയിഷ്ഠമായ ഡെൽറ്റകൾ. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഈ നദിയുടെ കൂടെ ഒഴുകിപ്പോകുന്ന മണ്ണും ചെടിയുമൊക്കെ ചേർന്ന് കൊണ്ടുണ്ടാകുന്ന ചില പ്രദേശങ്ങളാണ്. സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലാണ് വരുന്നത്. അത് ബ്രഹ്മപുത്ര നദി കടലിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ ആമസോൺ നദിയും നൈൽ നദിയും ഒക്കെ തന്നെ കടലിനോടോ കായലിനോടോ മെഡിറ്ററേനിയൻ കടലിനോടോ ഒക്കെ ചേരുന്ന സമയത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ഫലഭൂയിഷ്ഠത കുറഞ്ഞ ആമസോൺ വനാന്തരത്തിലാണ് ഇത്രയേറെ കാടുകൾ തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് മരങ്ങളെ നമുക്ക് തിക്കി നിറച്ച് വളർത്താൻ കഴിയില്ല. അതിനൊക്കെ പ്രത്യേകം സ്ഥലം വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഇടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് നമ്മൾ മരം നടുന്നത്. സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഇടതൂർന്ന് വളരുമ്പോൾ ചിലതൊക്കെ തന്നെ ആവശ്യത്തിന് ഫലഭൂയിഷ്ഠതയില്ലാതെ നശിച്ചു പോകാം. ഇവിടെ എങ്ങനെയാണ് ആമസോൺ വനാന്തരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഫലഭൂയിഷ്ഠത ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പല സയൻറ്റിസ്റ്റുകളും ആമസോൺ മഴക്കാടുകൾ നിലനിൽക്കുന്ന മണ്ണിനെ പഠിക്കുമ്പോൾ ഫോസ്ഫറസ്, അയൺ പോലെയുള്ള മൂലകങ്ങളുടെ വൻതോതിലുള്ള കുറവ് കാണുന്നുണ്ട്. എന്നാൽ ഇവ കൃത്യമായിട്ട് നികത്തപ്പെടുന്നുമുണ്ട്. ഇത് സംഭവിക്കുന്നത് അങ്ങ് ദൂരെ 5000 കിലോമീറ്റർ അക്കരെ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മഹാസമുദ്രത്തിനപ്പുറത്തുള്ള സഹാറൻ മരുഭൂമി, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സഹാറൻ മരുഭൂമിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു പോയിന്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് 2007 മുതൽ 2014 വരെ നാസയുടെ കാലിപ്സോ ലിഡാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ശേഷം ഭൂമിക്ക് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ 3 ഡയമെൻഷണൽ മാപ്പ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം 8 വർഷം എടുത്തുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മുടിനാരിഴയുടെ 1/10 മാത്രം വലിപ്പമുള്ള ചെറിയ ചെറിയ പൊടികൾ എങ്ങനെയാണ് ഭൂമിയുടെ ആകെ
ലോകത്താകമാനം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്കെച്ച് അനിമേഷനെ കാണുന്ന പോലെ രൂപപ്പെടുത്തുന്ന സമയത്ത് ആമസോൺ വനാന്തരങ്ങളിലേക്ക് സഹാറൻ മരുഭൂമിയിൽ നിന്ന് പൊടികൾ പറന്നെത്തുന്നു എന്നുള്ള വളരെ കൗതുകകരമായിട്ടുള്ള വാർത്തയാണ് ആ ഒരു സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയത്. ചില്ലറയൊന്നുമല്ല, ഏകദേശം 8 വർഷം കൊണ്ട് അത് നിരീക്ഷിക്കുമ്പോൾ 180 മില്യൺ ടൺ പൊടിപടലങ്ങൾ സഹാറൻ മരുഭൂമിയിൽ നിന്നും പ്രത്യേകതരം കാറ്റിൻ്റെ സഹായത്തോടു കൂടി പടിഞ്ഞാറേക്ക് സഞ്ചരിച്ച് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലൂടെ പോകുന്നുണ്ട്. ഇതിൽ ഏകദേശം 28 മില്യൺ ടൺ പൊടിപടലങ്ങളാണ് സഹാറൻ മരുഭൂമിയിൽ നിന്ന് ആമസോൺ വനാന്തരങ്ങളിൽ എത്തുന്നത്. ഈ എത്തുന്നതിൽ ഫോസ്ഫറസ്, അയൺ ഉൾപ്പെടെയുള്ള വളരെ സമൃദ്ധമായ മൂലകങ്ങൾ കൂടിയുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമീപത്ത് കാണപ്പെടുന്ന പൊടിയിൽ നല്ല രീതിയിലുള്ള ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫോസ്ഫറസ് ഒരു ചാക്രിക ചലനം പോലെ ആമസോൺ വനാന്തരങ്ങളെ ഫലഭൂയിഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമി എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾക്കും വലിയ വനങ്ങൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ ഇപ്പോഴും വർഷങ്ങളോളം അകന്നു കിടന്നിട്ടും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കാറ്റിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കടലിന് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവർ കണക്ഷൻ നിലനിർത്തുന്നു എന്നുള്ള വസ്തുതയാണ് ഈ ഒരു രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പലപ്പോഴും സഹാറൻ മരുഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾ നടക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, സഹാറ മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു പ്രദേശമാണെന്നും വളരെ ഹാർഷായിട്ടുള്ള മരുഭൂമിയാണ് എന്നുള്ളത്. പക്ഷേ മുമ്പ് ഞാനൊരു ഷോർട്സ് ചെയ്തതുപോലെ സഹാറ മരുഭൂമിയിൽ കുറേ സോളാർ പാനലുകൾ കൊണ്ടുവച്ച് മനുഷ്യന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആകെ സഹാറൻ മരുഭൂമിയുടെ വെറും 20% പ്രദേശത്ത് സോളാർ പാനലുകൾ ഘടിപ്പിച്ചാൽ മതിയാവും. സഹാറ മരുഭൂമിയുടെ ആകെ വലിപ്പം എന്ന് പറയുന്നത് USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ അത്രയാണ്. അതിൻ്റെ 20% നമ്മൾ വളരെ ചിലവോടുകൂടി കവർ ചെയ്താലും അതുമൂലം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകും എന്നതിനോടൊപ്പം തന്നെ സഹാറ മരുഭൂമി ഇല്ലാതാകുന്നത് അത്രത്തോളം നല്ലതല്ല എന്നുള്ള വസ്തുതയാണ് ആമസോണുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 1920 ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വെജിറ്റേഷനും അതുപോലെ തന്നെ കൃഷിയും മറ്റും നടത്താൻ കഴിയുന്ന ഭൂപ്രദേശത്തിൻ്റെ 10% കൂടി അന്നത്തേക്കാൾ 100 വർഷത്തിനിപ്പുറം സഹാറ മരുഭൂമി വിഴുങ്ങിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴും ഒരുപാട് ലോകരാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സഹാറ മരുഭൂമിയുടെ പടരുന്ന റേറ്റ് കുറയ്ക്കുന്നതിന് മരങ്ങൾ നടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 40,000 ആനകളെ കൊന്ന പ്രകൃതി സ്നേഹി എന്ന് പറയുന്നൊരു വീഡിയോ. അത്യാവശ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആമസോൺ വനാന്തരങ്ങളുടെ നിലനിൽപ്പ് മാത്രമല്ല, ഭൂമിയുടെ ചൂട് നിലനിർത്തുന്നതിനും പല സ്ഥലങ്ങളിൽ കൃത്യമായി മഴ പെയ്യുന്നതിനും ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം നിലനിർത്തുന്നതിനുമൊക്കെ സഹാറ മരുഭൂമിക്ക് പങ്കുണ്ട്. അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ നല്ല രീതിയിൽ ചൂട് ആഗിരണം ചെയ്യുന്നുണ്ട്. ഒരുപാട് ചൂട് ആഗിരണം ചെയ്യുന്നത് നമ്മുടെ ആഗോളതാപനത്തിന് കാരണമാകുമെങ്കിലും ഭൂമിയിൽ ചൂട് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ മരുഭൂമികളെ ഇല്ലാതാക്കലല്ല, അതിൻ്റെ എക്സ്പാൻഷൻ തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സന്തുലിത അവസ്ഥ നിലനിർത്തുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആമസോൺ വനാന്തരങ്ങളിൽ സഹാറൻ മരുഭൂമി ചെയ്യുന്ന ആ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതായത് ഒരു പക്ഷേ സഹാറ മരുഭൂമി ഉണ്ടായിരുന്നില്ല എങ്കിൽ ആമസോൺ വനാന്തരങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് വരെ ഇത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ വളരെ ഹാർഷായിട്ടുള്ളൊരു പ്രദേശവും വളരെയധികം പ്രകൃതിക്ക് അനുകൂലമാകുന്നു എന്ന് പറയുന്ന പ്രദേശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭൂമി എന്ന് പറയുന്ന സാധനം അത്ര വലുതൊന്നുമല്ല. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും മഴക്കാടുകളും മരുഭൂമികളും ഒക്കെ തന്നെ, ജലസമ്പത്തും വായുസമ്പത്തും എല്ലാം തന്നെ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൈനയിലൂടെ ഒഴുകുന്ന മഞ്ഞ നദി എന്ന് പറയുന്ന നദിക്ക് മംഗോളിയൻ പ്രദേശത്തുള്ള പ്രത്യേകതരം പൊടിപടലങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നും അതുകൊണ്ടാണ് അത് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത് എന്നും അതാണ് ചൈനയിലെ ആ നദി ഒഴുകുന്ന പ്രദേശങ്ങളിൽ ഫലഭൂയിഷ്ഠത എത്തിക്കുന്നത് എന്നുള്ള മറ്റൊരു വസ്തുതയും ഇത് പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തായാലും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം എടുത്തിട്ടെന്ന് സംസാരിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മുടെ പ്രകൃതിയുടെ ചില വികൃതികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ